എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഇതുപോലത്തെ പേസ്റ്റിൻ്റെ ഒഴിഞ്ഞ കവറുകളില്ലേ, പേസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൻമെൻറ്റിൻ്റെയോ ഒക്കെ ഉണ്ടാവും ഇതുപോലത്തെ കവറുകൾ. നമ്മളിങ്ങനെ വലിച്ചെറിയുന്ന ഈ ഒരു കവറുകളാണ് ഇന്ന് നമ്മൾ റീയൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് യൂസ്ഫുള്ളായ രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ഐഡിയകളാണ് ഇന്ന് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് തന്നെ കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ആദ്യം നമുക്ക് ഈ കവറിൻ്റെ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും അതിൽ കുറച്ചൊക്കെ പേസ്റ്റ് കാണും. അപ്പോൾ അത് നമുക്ക് എടുത്ത് മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഈ ഒരു പേസ്റ്റ് ചെറിയൊരു ബോക്സിലൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ബെസ്റ്റാണ് ഗോൾഡൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ദേ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു കട്ടിയുള്ള ഒരു പ്രത്യേക ടൈപ്പ് മെറ്റീരിയലാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ഉറപ്പുണ്ട്, പെട്ടെന്ന് അങ്ങനെ കീറൊന്നുമില്ല. ഒരു സിൽവർ കളറാണ് അതിൻ്റെ ഉൾഭാഗം, കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിത് ഒരു 5-6 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു റെക്റ്റാങ്കിൾ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആ ഒരു വലിപ്പത്തിലൊക്കെ മാറ്റം വരുത്താം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു കോർണർ ഒന്നിങ്ങനെ വളച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഭംഗിയിലുള്ളൊരു പീസ് കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ മടക്കിയെടുക്കുക. ഞാൻ ചെയ്യുന്നത് നോക്കിയിട്ട് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കില്ലേ നമ്മൾ, അങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. നമ്മൾ പണ്ട് മിഠായിൻ്റെ കവറൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട് ഇങ്ങനെ. അതേപോലെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മടക്കിയിട്ട് ഒന്നെടുക്കുക. കുറച്ചൊരു ബലം കൊടുത്തിട്ട് മടക്കണം കേട്ടോ. നല്ലൊരു കട്ടിയുണ്ട് ഇതിന്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര അങ്ങോട്ട് സിമ്പിളായിട്ട് അങ്ങോട്ട് മടങ്ങണമെന്നില്ല. കണ്ടോ, അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. എത്രത്തോളം കൊച്ചാക്കി മടക്കാൻ പറ്റുന്നോ അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ കുറച്ചുകൂടെ വേണമെങ്കിൽ വീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും കുറച്ചുകൂടെ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ഇങ്ങനെ സെൻറ്ററിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഒരു നൂല് വെച്ചിട്ടോ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടിക്കൊടുത്താലും മതി. ഇപ്പോൾ ദേ ഇത് സ്റ്റിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലും ഒരു മുത്തോ അതുപോലെ എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ദേ ഇതുപോലത്തെ കുറച്ച് സ്റ്റോണിൻ്റെ ഒരു സംഭവം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തത്. കണ്ടില്ലേ, ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് ഇതുപോലത്തെ പഴയ ക്ലിപ്പൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ പോയിട്ടൊക്കെ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ പോയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിലിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ച് നോക്കൂ. നല്ല പുതിയൊരു ക്ലിപ്പ് പോലെ ഉണ്ടാവും. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടിയൊക്കെ സ്റ്റോൺസൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരു ക്ലിപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് അതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ പീസ് ഞാൻ കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്യുക. വേണമെങ്കിൽ കറക്റ്റ് സ്ക്വയറായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ആയാലും മതി. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതല്ലേ, കറക്റ്റ് സ്ക്വയർ വേണമെന്നൊന്നുമില്ല. ആദ്യം സെൻറ്റർ മടക്കുക, പിന്നെ ഒന്നുകൂടെ അതിൻ്റെ സെൻറ്റർ മടക്കുക. നമ്മൾ ആ ഫ്ലവർ കട്ട് ചെയ്യുന്ന ആ ഒരു മോഡൽ പല വീഡിയോസിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ആദ്യം സെൻറ്റർ മടക്കി, പിന്നെ മടക്കി, അങ്ങനെ ഒന്നുകൂടെ മടക്കി, അങ്ങനെ ഓരോന്നും നടുവിൽ മടക്കി എടുത്തിട്ട് ആ ഒരു കോർണറിൻ്റെ ഭാഗം ഒന്നിങ്ങനെ വളച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ശ്രദ്ധിച്ച് നോക്കി ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നിവർത്തുമ്പോൾ കാണാം അതൊരു ഫ്ലവർ ഷേപ്പിലായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതുപോലെ നീളത്തിലൊരു പീസ് എടുക്കുക. ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്ററോളം കാണും ഇതിൻ്റെ വീതി, ഒരു 5-6 സെൻറ്റിമീറ്റർ കാണും ഇതിൻ്റെ ഒരു നീളം, ഏകദേശം പറഞ്ഞാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു സെൻറ്റർ ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അമങ്ങിയിരുന്നോളും. എന്നിട്ട് നമുക്ക് ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്യണം. മുറിഞ്ഞു പോകാണ്ട് ഫുള്ള് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. കുറച്ച് ഭാഗം മാത്രം, ഒരു 1/4 ഭാഗത്തോളം മാത്രമേ കട്ടിങ് വരാൻ പാടുള്ളൂ. ശ്രദ്ധിച്ചിട്ട് കുഞ്ഞായിട്ട് അങ്ങോട്ട് ഫുള്ള് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ദേ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ നമ്മളെല്ലാം തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്യുക. കണ്ടോ, ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഗമ്മാക്കി കൊടുക്കുക കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിച്ചോളൂ. ഇനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവറിൻ്റെ കട്ടിങ്ങില്ലേ, അതിൻ്റെ 2 പെറ്റലിൻ്റെ ഇടയിൽ ഒരു കട്ടിങ് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ 2 എണ്ണം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ. അപ്പോൾ ഒരു കുറച്ചൊന്ന് വളഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പരന്നൊരു ഇതുപോലെ നിൽക്കില്ലേ, അതൊന്ന് വളഞ്ഞ് ഒന്ന് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇതുപോലെ. എന്നിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക്. ഇതിപ്പോൾ നമ്മൾ സെൻറ്ററിൽ വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഭാഗമല്ലേ, അതും കൂടെ ഇതിൽ ഒട്ടിച്ച് വെക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഇത് ഏകദേശം ഒരു ഫ്ലവർ പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഈ താഴെ ചെയ്തത് 2 എണ്ണമൊക്കെ ചെയ്യാം കേട്ടോ. ഒരെണ്ണം കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കിയിട്ട് ചെയ്യാം.
അപ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്, കണ്ടോ. എന്നിട്ട് ആ ഒരു സെൻറ്റർ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് ആ ഒരു അങ്ങനത്തെ മെറ്റീരിയലാണ്, നമ്മൾ ഇഷ്ടമുള്ള പോലെ നമുക്കതിങ്ങനെ ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. കണ്ടോ, അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലവർ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ദേ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ താഴത്തെ ഭാഗം ഒരെണ്ണം കൂടി നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അടിയിലായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി, കുറച്ചുകൂടെ ഒന്ന് വലിപ്പത്തിൽ. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അതുപോലെ ബാക്കിലും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കളർ ചെയ്യാം കേട്ടോ, ആ ഒരു എഴുതിയതൊന്നും കാണണ്ടാന്ന് തോന്നുകയാണെങ്കിൽ. ഇതിപ്പോൾ ഞാനിങ്ങനെ ഒരു ഹെയർ ബാൻഡ് സ്റ്റിക്ക് ചെയ്യാണ്, കണ്ടില്ലേ. സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് നമ്മുടെ ഉടുപ്പിൻ്റെയൊക്കെ ഫ്രണ്ടിലുണ്ടാവില്ലേ ഇങ്ങനത്തെ പൂക്കളൊക്കെ, അതൊക്കെ ചിലപ്പോൾ നമുക്ക് മിസ്സാവുമ്പോൾ ഇതുപോലെ ചെയ്യാം. പിന്നെ ഈ ഒരു മെറ്റീരിയൽ അങ്ങനെ കേടാവില്ലല്ലോ, അങ്ങനത്തെ ആണല്ലോ ആ ഒരു ട്യൂബ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നല്ല ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫ്ലവറാണ്. നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഇനി അതുപോലെ കുറച്ചൊരു വീതിക്ക് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്നിങ്ങനെ ചുരുട്ടി കൊടുക്കുക. നമ്മൾ കപ്പലിൻ്റെ പൊതിയൊക്കെ പൊതിയില്ലേ, അതിൻ്റെ ആ ഒരു മോഡൽ. അപ്പോൾ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഭാഗം മാത്രം ഒന്ന് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ? കേക്കൊക്കെ ഐസിങ് ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മുടെ പൈപ്പിങ്ങിൻ്റെ നോസിലാണ്. അപ്പോൾ നമ്മൾ നല്ല പൈസയുണ്ട് ഈ ഒരു നോസിൽ നമ്മൾ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് നോസിലില്ലാണ്ട് ചെയ്യാൻ പറ്റാതൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ഇത് ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് നോസിൽ എല്ലാ കടയിലൊന്നും വാങ്ങിക്കാനും കിട്ടില്ല, അങ്ങനെ ഉണ്ടൊരു കാര്യം. അങ്ങനെ കിട്ടാണ്ടിരിക്കുന്നവർക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മുടെ ഐഡിയ പോലെ ഓരോരോ നോസിലുകളായിട്ട് ഇതുപോലെ ചുരുട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ വെള്ളം നനഞ്ഞാലൊന്നും പ്രശ്നമില്ലാത്ത മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഒരു സിൽവറിൻ്റെ ഭാഗം വേണമെങ്കിൽ ഉള്ളിലോട്ടാക്കിയിട്ട് മടക്കാം കേട്ടോ. നിങ്ങളുടെ ഐഡിയ പോലെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിൽ ഇട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. കണ്ടില്ലേ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്രീമില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ ഇത് വെച്ച് ചെയ്യുന്നത്. ഇനി നമുക്കിതുപോലെ കുറച്ചുകൂടെ വലുതൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പുകൾ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൂഗിളിൽ നോക്കിയാൽ ഓരോ ഷേപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് നോക്കി കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു റെക്റ്റാങ്കിൾ പീസ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 4 സൈഡും ഒന്നിങ്ങനെ മടക്കിയിട്ട് ഒന്ന് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ പുറത്തോട്ട് കാണാത്ത രീതിയിൽ ഭംഗിയായിട്ട് തന്നെ ഒട്ടിക്കുക. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലത്തെ പേള് വെച്ചിട്ട് ഞാനൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് വെച്ച് സിമ്പിളായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം ചെറുതായിട്ടൊന്ന് വളയ്ക്കണം. അങ്ങനെ കൈ വെച്ച് ആക്കിയാൽ മതി, അപ്പോൾ ഇങ്ങനെ പൊന്തി നിന്നോളും. അതുപോലെ ചെറിയൊരു പീസ് ഇതുപോലത്തെ ഒരു റെക്റ്റാങ്കിൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിലും ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ക്ലിപ്പ് അതുമേ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. കണ്ടോ, ഇതിപ്പോൾ ഹെയറിൽ കുത്തുമ്പോൾ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഡെക്കറേഷൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനും കൊടുക്കാം കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെരുപ്പിൻ്റെ ആ ഒരു സെൻറ്ററിലൊക്കെ ഇങ്ങനെ ഉണ്ടാവില്ലേ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ, അതൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇത്ര വലുത് വേണ്ട, കുറച്ചും കൂടി ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സെൻറ്ററിലെ പീസ് പോയതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറും. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കും നമ്മുടെ ചെരുപ്പ്. പിന്നെ ഇത് വെള്ളം നനഞ്ഞാലും പ്രശ്നമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഫ്ലവർ പോലെയോ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ചെറുതോ എന്തായാലും നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ കുട്ടികളുടെയൊക്കെ ഷൂ ഉണ്ടാവില്ലേ ഗേൾസിൻ്റെ, അവരുടെ ഷൂവിനൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള എല്ലാ ഐഡിയാസും നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനേക്കാളും നല്ല ഭംഗിയിലൊക്കെ നിങ്ങൾക്ക് ഫ്ലവേഴ്സൊക്കെ ചെയ്യാം കേട്ടോ. എന്നാലും നിങ്ങൾ ആ ഒരു ട്യൂബ് റീയൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊന്ന് ഓർക്കുമല്ലോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ. അങ്ങനെ കൊച്ചു കൊച്ചു ഐഡിയാസൊക്കെ നിങ്ങൾക്ക് തോന്നാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്യണം. അതുപോലെ ഈ വീഡിയോനൊരു ലൈക്ക് തരണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും
റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കാനൊന്നും മറക്കരുത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അക്രിലിക് പെയിൻറ്റിൻ്റെയും ആ ഒരു ഫാബ്രിക് പെയിൻറ്റിൻ്റെയും ഒക്കെ ഡിഫറൻസിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക കേട്ടോ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയ്ക്കൊക്കെ പറയുന്നുള്ളൂ. ഹായ് പറയാനുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ടൊരു ഹായ് വീഡിയോ തന്നെ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്രയ്ക്കധികം പേരാണ് ഹായ് പറയാൻ പറയണത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേറെ തന്നെ ചെയ്യാം. ഇനിയപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്